ജാസിൻ സാർ, CMA USA പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താ സാറിന്റെ അഭിപ്രായം അതിനെ പറ്റി? ഞാനൊരു തിരിച്ചൊരു ചോദിച്ചോട്ടെ. ചില കോഴ്സുകൾ ഇപ്പൊ CA ആയിക്കോട്ടെ SC ആയിക്കോട്ടെ, ചില കുട്ടികളെ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും പാസ്സാവുന്നല്ലേ. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ആ ഒരു കുട്ടിയുടെ ഒരു കഴിവ്, ആ ഒരു കാലിബർ ഒക്കെ നോക്കിയിട്ടായിരിക്കും. അതുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി ഹാർഡ് വർക്ക് അല്ലേ. പ്രത്യേകിച്ച് CA ഒക്കെ പ്രത്യേകിച്ചും. CMA USA കേസിൽ അത്രേനേ ഉള്ളൂ, പഠിക്കാൻ കുറച്ച് ഡീപ്പായിട്ടുണ്ട്, പക്ഷെ വളരെ കുറവ് സിലബസ് ഉള്ളൂ. പക്ഷെ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന നോട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, അങ്ങനത്തെ കുട്ടികൾ ഈസി ആയിട്ട് പാസ്സാവും. നമുക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി. അതെ അതന്നെ, താല്പര്യം ഉണ്ടാവുക. ചില കുട്ടികൾ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഫസ്റ്റ് തൊട്ട് മുതൽ തന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കും, ഡൗട്ട് അപ്പം തന്നെ ചോദിക്കും, എന്നിട്ട് അവർ വീട്ടിൽ പോയി പഠിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു സ്വാഭാവികമായിട്ട് പാസ്സാവും. അങ്ങനെ ഇതുവരെ പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ വേറെ ടൈപ്പ് കുട്ടികളുണ്ടായിരുന്നു, അതായത് ഡൗട്ടൊന്നും കാര്യമായിട്ട് ചോദിക്കില്ല, വളരെ ബുദ്ധിമുട്ടുള്ള മാത്രം പേഴ്സണലി ജസ്റ്റ് ചോദിക്കും. പക്ഷെ ആളെ ടാർഗറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും പാസ്സായിരുന്നു. ആൾക്കിനി വേറെ ഓപ്ഷൻ ഇല്ല, കാരണം +2 അത്യാവശ്യം കളിച്ച്, ഡിഗ്രിക്കും കളിച്ച്, പിന്നെ എങ്ങനെയെങ്കിലും നല്ലത് പറയിപ്പിക്കണം, എങ്ങനെ രക്ഷപ്പെടണം. അപ്പൊ ആളെന്താ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം ടൈമുള്ളൂ, ആ 1 വർഷത്തിനുള്ളിൽ പാസ്സാവും. ആള് ശരിക്കും വർക്ക് ചെയ്ത് ശരിക്കും പാസ്സായി. അപ്പൊ അങ്ങനെ നമ്മളെ ഓരോ പേഴ്സൺ ടു പേഴ്സൺ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സായി പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്.